ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അതായത് ആശ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടായി പല സംസ്ഥാനങ്ങളിലും. അത് കേന്ദ്ര സർക്കാരിൻ്റെ മെഡിക്കൽ മിഷൻ വഴിയാണ് ആദ്യം ഇങ്ങനൊരു പ്രോഗ്രാം കൊണ്ടുവന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ശിശുമരണങ്ങൾ കുറയ്ക്കുക, ഗർഭിണികളുടെ ശുശ്രൂഷകളൊക്കെ ശരിയായിട്ട് നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് അതിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകരായിട്ട് വന്നേക്കുന്നതെന്ന് പറയുന്നത് കൊണ്ടുവന്നേക്കുന്നത് മുഴുവൻ വനിതകളാണ്. അതായത് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അമ്മമാർ, ഈ നാട്ടിലെ അമ്മമാർ, സഹോദരിമാരാണ് എല്ലാം ഇറങ്ങി ഇങ്ങനൊരു നിസ്വാർത്ഥമായിട്ടുള്ള ഈ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവം എന്താ അറിയോ, ഇന്നത്തെ കാലത്ത് സേവനം എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ MLA-മാർ അവർ സേവനം നടത്തുന്നവരല്ലേ, അവർ നമ്മളെ രാഷ്ട്രീയമായിട്ട് സേവിക്കല്ലേ, പക്ഷെ അവർക്ക് ശമ്പളമില്ലേ, എല്ലാ ആനുകൂല്യങ്ങളും അവർക്കില്ലേ, ഡെയിലി 1000 രൂപ അവർക്ക് അലവൻസ് ഇല്ലേ? കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കൊടുത്തോട്ടെ. കാരണം ഇന്നത്തെ കാലത്ത് സേവനം എന്ന് പറയുന്ന വാക്ക് തന്നെ അന്യമാണ്. അങ്ങനെ അന്യം നിന്ന് പോയി. ഇല്ല. നമ്മുടെ മന്ത്രിമാർക്ക് ശമ്പളമില്ലേ? ഉണ്ടല്ലോ. എല്ലാ പെർക്സും ഇല്ലേ? ഇഷ്ടംപോലെ ആളുകളെ, അവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ തിരികെ കയറ്റി പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിക്കാനുള്ള മാർഗമില്ലേ? അങ്ങനെ മന്ത്രിമാർ, കൂടാതെ ക്യാബിനറ്റ് റാങ്ക് തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചു കൊടുത്തേക്കുന്ന കുറേ ആളുകൾ, അങ്ങനെയുള്ളവർക്കെല്ലാം ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് മുഴുവൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധി എന്നൊക്കെ പറഞ്ഞ് നിയമിക്കപ്പെടുന്ന ആളിനൊക്കെ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന, അതായത് ഇരട്ടിയിൽ കൂടുതലാണ് ഇപ്പോൾ അവർക്ക് ഈ ട്രാവലിംഗ് അലവൻസ് ആയിട്ട് അനുവദിക്കുന്നത്. അതായത് 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നിടത്ത് 11.31 ലക്ഷം രൂപ അനുവദിക്കാനുള്ള തീരുമാനം എടുത്തു. അന്നേരമെല്ലാം ഈ പാവങ്ങൾ ആ തെരുവിൽ കിടന്ന് കരയുന്നതാണ്. ആ കരച്ചിൽ കേട്ടോണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. PSC അംഗങ്ങൾക്ക് ഇഷ്ടംപോലെ വാരി കോരി കൊടുക്കല്ലേ, ലക്ഷങ്ങളല്ലേ കൂട്ടി കൊടുക്കുന്നത്. പക്ഷെ ഈ പാവങ്ങളുടെ കരച്ചിൽ ആരെങ്കിലും കാണുന്നുണ്ടോ? എന്നെ ഇപ്പോൾ ഇതിന് ഒന്നുകൂടെ പറയാൻ പ്രേരിപ്പിച്ചത് ശ്രീ എളമരം കരീമിൻ്റെ പ്രസ്താവനകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ദേശാഭിമാനിയിൽ അടിച്ചു. അതുകൂടാതെ അദ്ദേഹം ഇഷ്ടംപോലെ പ്രസ്താവനകൾ ഇറക്കി വിടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു തൊഴിലാളി നേതാവ് എന്നുള്ള രീതിയിൽ ഉയർന്നു വന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. CITUവിൻ്റെ അനിഷേധ്യ നേതാവായിട്ടാണ് എളമരം കരീം അങ്ങോട്ട് കയറി വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് CPM-ഉം ഈ തൊഴിലാളികളും തമ്മിൽ വളരെ വലിയ അന്തരമായി. പണ്ട് തൊഴിലാളികളുടെ പാർട്ടി എന്നറിയപ്പെടുന്ന CPM ഇപ്പൊ തൊഴിലാളികളുടെ പാർട്ടിയല്ല, ഇപ്പൊ മുതലാളികളുടെ പാർട്ടിയാണ്, മുതലാളിമാരുടെ പാർട്ടിയാണ്. ഒരു കോർപ്പറേറ്റ് സംഘമാണ്. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ് സംഘമാണ് ഇതിനെ ഭരിക്കുന്നത്, ഈ പാർട്ടി മുമ്പോട്ട് കൊണ്ടു നടക്കുന്നത്. ആ രീതിയിലേക്ക് അതപ്പതിച്ചു പോയി. അത് തൊഴിലാളികളിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ ശ്രീ എളമരം കരീം അതിനകത്ത് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് പൊമ്പള സമരം എന്ന് പറഞ്ഞൊരു സമരം മൂന്നാറിലുണ്ടായി. അത് എത്രയോ വലിയ മുന്നേറ്റമായിരുന്നു ശ്രീ എളമരം കരീം. നിങ്ങൾ അതിനെ ആക്ഷേപിച്ചപ്പോൾ അതുമൂലം എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റി, കുറച്ചെങ്കിലുമൊക്കെ. പക്ഷേ നിങ്ങളെല്ലാം കൂടെ അത് തല്ലി തകർത്തില്ലേ അത്? എന്നിട്ട് വലിയ വീമ്പിളക്കാണ്. അത് എത്ര നാൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അടിച്ചമർത്തും. നിങ്ങൾ മതി സമരരംഗത്ത്, വേറെ ആരും മനുഷ്യർ സമരരംഗത്ത് വേണ്ട. ഈ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക്. ഈ ആശാവർക്കന്മാരുടെ സമരം അനാവശ്യമാണെന്ന് ഒരു മന്ത്രി പറഞ്ഞല്ലോ.
ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് അനാവശ്യമായ സമരമാണെന്ന്. അനാവശ്യമാണോ? 233 രൂപ മാത്രം ശമ്പളം കിട്ടുകയാണ് അവർക്ക് ഒരു ദിവസം. ആ മാസം 7000 രൂപ. അവര് അത് അല്പം കൂടുതൽ ചോദിച്ചത് അനാവശ്യമാണ്. അതാണോ അനാവശ്യ സമരം? ഒട്ടിയ വയറുമായിട്ട് പട്ടിണി കിടക്കണോ അവര് വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? വിശന്ന് കരയുന്നത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കണം. അതിന് ശ്രീ ഇളമരം കരീം ആ ലേഖനത്തിൽ അത് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവര് സന്നദ്ധ സേവനം നടത്തേണ്ടവരാണ്. അവർ സന്നദ്ധ സേവകരാണ്. അതുകൊണ്ട് അവർക്ക് ശമ്പളത്തിനോ അലവൻസുകൾക്കോ ഒന്നും ആനുകൂല്യങ്ങൾക്കോ ഒന്നും അവർക്ക് അവകാശമില്ല. ഓ, അത് ശരി. അപ്പൊ നിങ്ങളാരും സന്നദ്ധ സേവകരല്ലേ? നിങ്ങളും മന്ത്രിയായിരുന്ന ആളല്ലേ? അപ്പൊ നിങ്ങളും സന്നദ്ധ സേവനമല്ലേ നടത്തിക്കൊണ്ടിരുന്നത്? അതാക്കപ്പോ നിങ്ങൾക്ക് ശമ്പളമൊന്നും കിട്ടിയിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാ സന്നദ്ധ സേവനം നടത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയക്കാർക്കെല്ലാം ശമ്പളം വേണം. ഈ പാവങ്ങൾ തെരുവിൽ കിടക്കുന്നവർക്ക് അവർക്ക് ശമ്പളം വേണ്ട. കഴിഞ്ഞ 17 ദിവസമായിട്ട് ഈ പാവങ്ങള് പട്ടിണിയായിട്ട് അവിടെ കഴിയല്ലേ? അതിന് നിങ്ങൾ ആക്ഷേപിച്ച എന്താ? അവരെ ഈർക്കിൽ സംഘടനയാണ്. നിങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇത് ബാക്കിയൊക്കെ ഈർക്കിൽ സംഘടനയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതാണോ നിങ്ങളുടെ കാഴ്ചപ്പാട്? നിങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കേണ്ട ഒരാളല്ലേ? ഇങ്ങനെയൊക്കെ പറയാവൂ? ബാക്കി ഇത് ഒരുപാട് എല്ലാ നേതാക്കളും ഇപ്പൊ വേറെ ഒരു രസകരമായ കാര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം പ്രകടമായിട്ട്, അതായത് നിങ്ങളുടെ തന്നെ ഒരു ഇടതുപക്ഷ സംഘടന, ഈ ആശാ സംഘടനയുണ്ടല്ലോ, CITU ആശ എന്ന് പറയുന്ന സംഘടന, അവർ കൊടുത്തേക്കുന്ന ഒരു വാട്സാപ്പ് സന്ദേശമുണ്ട്. ആലപ്പുഴ ഒരു പ്രകടനം നടത്താൻ ഇവരെല്ലാം കൂടെ ഇറങ്ങുന്നതിന് അതിന് ആള് പോകരുത്, നിങ്ങളാരും അതിൽ പങ്കെടുക്കാൻ പാടില്ല, നമുക്ക് എല്ലാം ഉണ്ടാക്കി തന്നേക്കുന്നത് CITU ആണ്. നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് CITU ഇഷ്ടമാതിരി. അതാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പൊ അവര് ഒരു പ്രകടമായിട്ട് തന്നെ ഒരു വാട്സാപ്പ് മെസ്സേജ് കൊടുത്തേക്കാണ്, ആരും പോകരുത്, പോയാൽ അവരുടെ പേര് നടപടി വരും എന്ന് പറഞ്ഞാൽ അവരെ പുറത്താക്കും എന്നുള്ള രീതിയാണ്. ഇനി ഇപ്പൊ ഒരു അൾട്ടിമേറ്റം കൊടുത്തേക്കുക ഗവൺമെന്റ്, മര്യാദയ്ക്ക് സമരം നിർത്തി നേരെ ജോലി പ്രവേശിച്ചോളാൻ. ഇവർക്ക് സമരം ചെയ്യാൻ അവകാശമില്ലേ? ഇവർക്ക് ആ 2 മാസ ക്ഷേമം, അതായത് 2 മാസങ്ങളുടെ ആ റെമ്യൂണറേഷൻ പോലും ഇവർക്ക് കിട്ടാതായപ്പോ അവര് സമരം ചെയ്തത് എന്താ തെറ്റ്? അതുകൊണ്ട് ആ 2 മാസം ഇപ്പൊ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഈ 233 രൂപ കൊണ്ട് ഒരു മനുഷ്യന് കഴിയാൻ പറ്റുമോ? ഒറ്റ ഇൻഡിവിജ്വലിന്റെ കാര്യം ആലോചിച്ച് നോക്കുള്ളൂ, കഴിയാൻ പറ്റുമോ ഒരു ദിവസം? ഒരിക്കലും പറ്റത്തില്ല. 203 രൂപയ്ക്ക് കഴിയാൻ നമ്മുടെ രാജ്യത്ത് താമസിക്കാൻ പറ്റത്തില്ല 233 രൂപയ്ക്ക്. പക്ഷെ നിങ്ങൾ പറയുന്ന അവരങ്ങനെ കഴിഞ്ഞോണ്ടെന്നാണ്. അവരെല്ലാം ഉണ്ടല്ലോ അടിമകളാണ്. അതാണ് നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട്. കാരണം അവര് സന്നദ്ധ സേവകരല്ലേ, അവർക്ക് ശമ്പളത്തിന് അർഹതയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അവർ സമരം ചെയ്തപ്പോ ഫെസ്റ്റിവൽ അലവൻസ് 500 രൂപ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് കൊടുത്തത്? അന്നേരം സേവനമല്ല അങ്ങ് മാറിയോ? അപ്പൊ നിങ്ങളുടെ ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ വികലമായ കാഴ്ചപ്പാടാണ്. ബാക്കി ആരും തൊഴിലാളികളൊന്നും തൊഴിലാളികളല്ല. നിങ്ങളുടെ CITUക്ക് കൊടി പിടിക്കുന്നവർ മാത്രമേ ഉള്ളൂ തൊഴിലാളികൾ. ഇത് ഞാൻ ഇവർക്ക് ഒരു രാഷ്ട്രീയം പറയുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പെടുന്ന ആരും അവിടെ സമരം ചെയ്യുന്നില്ലേ? എത്രയോ പേര് അധികം കാണും അവിടെ. നൂറുകണക്കിന് ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരുമാണ് അവിടെ ആ തെരുവില് ഇപ്പൊ സമരം ചെയ്യുന്നത്. 17 ദിവസമായി അവര്. എന്നാലും നിങ്ങൾക്ക് അല്പമെങ്കിലും അറിവ് അവരോട് വേണ്ടേ? ശ്രീ ഇളമരം കരീം, നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയിട്ട്, നിങ്ങളൊരു CITUക്കാരനെന്നല്ലേ നിങ്ങൾ പറഞ്ഞു, ഇറങ്ങുന്നില്ല പറഞ്ഞിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങി ഇവർക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് വാദിക്കണം. ഇവരുടെ സമരം അനാവശ്യമാണെന്ന് ആരെങ്കിലും പറയൂ? ഇവര് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സേവനമാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ശമ്പളം ഇല്ലാതിരിക്കാമല്ലോ. അതൊന്നും നോക്കണം നിങ്ങൾ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ MLA-മാർക്കും മന്ത്രിമാർക്കും ശമ്പളം ഒന്ന് വെട്ടിക്കുറയ്ക്കുക. അതെന്താ? അത് പറ്റത്തില്ലല്ലോ. സേവനമല്ല അതല്ലേ? അല്ല, ഇപ്പോ രാഷ്ട്രീയ സേവനമല്ല, ഇപ്പൊ രാഷ്ട്രീയ ജോലിയാണ് എല്ലാവർക്കും. പക്ഷേ ഈ പാവങ്ങളാവുമ്പോൾ അവര് സേവകരായി അവര് സേവനം നടത്തിക്കൊള്ളണം, അവര് കിട്ടുന്നത് വാങ്ങിച്ച് കഴിച്ചോണം, നിങ്ങൾ പറയുന്നത് ചെയ്തോണം. പിന്നെ ഇപ്പൊ വേറെ കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ വാട്സാപ്പ് മെസ്സേജിനകത്തൊരു വേറൊരു രസകരമായ കാര്യം കൂടെ വന്നു. സർക്കാർ എങ്ങനെയായാലും ഇതിപ്പോ കൂട്ടിക്കൊടുക്കും കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പൊ അതിന് നേട്ടം കൊയ്യാനാണ് വേറെ ആളുകൾ വരുന്നത്. നിങ്ങൾക്ക് നേട്ടം കൊയ്യലാണോ നിങ്ങളുടെ ആവശ്യം?
അവരുടെ മുറവിളി അവസാനിപ്പിക്കല്ലേ ആവശ്യം. അവർക്ക് ഒരു രാഷ്ട്രീയവും വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഒരു രാഷ്ട്രീയം ഇല്ല അവർക്ക് അതൊന്നുമല്ല. അവര് പട്ടിണി കൊണ്ടാണ് അവർ തെരുവിലേക്ക് വന്നത്. ആദ്യം അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ നോക്കാൻ അത് കൂട്ടി കൊടുക്കുമെന്നല്ലേ പറയുന്നേ. അത് കൂട്ടിക്കൊടുത്തിട്ട് ഇതങ്ങ് അവസാനിക്കുമല്ലോ. ഈ സമരം അന്നേരം തന്നെ തീരുമല്ലോ. ആ സമരം ഒന്ന് തീർക്കാൻ അവസാനിപ്പിക്കാൻ നിങ്ങൾ നോക്ക്. അല്ലാതെ അവരെ ഭീഷണിപ്പെടുത്തി അവരെ പിരിച്ചുവിട്ടളയും, അവർക്ക് പകരം വേറെ ആളുകൾ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ വീണ്ടും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിങ്ങൾ. അങ്ങനെ ആകരുത്.